അമേച്ചർ റേഡിയോയിലും മറ്റ് റേഡിയോ കമ്മ്യൂണിക്കേഷൻസിലും വളരെ പ്രധാനപ്പെട്ട ഒരു അളവുകോലാണ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ അഥവാ SWR. ലളിതമായി പറഞ്ഞാൽ ഒരു റേഡിയോ ട്രാൻസ്മിറ്ററിൽ നിന്ന് പുറപ്പെടുന്ന ഊർജം എത്രത്തോളം കാര്യക്ഷമമായി ആൻറ്റന വഴി പുറത്തേക്ക് പോകുന്നു എന്നതിൻ്റെ ഒരു അളവാണിത്. ഒരു ട്രാൻസ്മിറ്ററിൽ നിന്ന് ആൻറ്റനയിലേക്ക് സിഗ്നൽ പോകുന്നത് ഫീഡ് ലൈൻ വഴിയാണ്, അതായത് കോആക്സിയൽ കേബിളോ അല്ലെങ്കിൽ ലാഡർ ലൈനോ അങ്ങനെ ഏതെങ്കിലും. അപ്പോൾ ഫോർവേഡ് പവർ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്ററിൽ നിന്ന് ആൻറ്റിനയിലേക്ക് പോകുന്ന പവർ. റിഫ്ലക്റ്റഡ് പവർ എന്ന് പറഞ്ഞാൽ ആൻറ്റിനയ്ക്കും ഫീഡ് ലൈനിനും നേരെ ഒരേ ഇമ്പിഡൻസ് അല്ലെങ്കിൽ സാറിന് 50 ohms ആണ്, കുറച്ച് സിഗ്നൽ തിരിച്ച് വരും ആൻറ്റിനയിൽ നിന്ന് ട്രാൻസ്മിറ്ററിലേക്ക്, അതാണ് റിഫ്ലക്റ്റഡ് പവർ. ഈ രണ്ട് തരംഗങ്ങളും ഫോർവേഡും റിഫ്ലക്റ്റഡും ഫീഡ് ലൈനിൽ വെച്ച് കൂട്ടിമുട്ടുമ്പോൾ അവിടെ ചില നിശ്ചല തരംഗങ്ങൾ രൂപപ്പെടുന്നു, അതാണ് സ്റ്റാൻഡിംഗ് വേവ്സ്. ഇവയുടെ പരമാവധി വോൾട്ടേജും കുറഞ്ഞ വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് VSWR, വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ. SWR അളക്കുന്ന സാധാരണ X:1 എന്ന റേഷ്യോയിലാണ്. 1.1:1 ഇത് ഏറ്റവും മികച്ച അവസ്ഥയാണ്. അയക്കുന്ന പവർ ഏതാണ്ട് പൂർണ്ണമായി ആൻറ്റന സ്വീകരിക്കുന്നു, റേഡിയേറ്റ് ചെയ്യുന്നു എന്നാണ് ഇതിനർത്ഥം. 1.5:1 ഇതും വളരെ നല്ല നിലവാരമാണ്. മിക്കവാറും എല്ലാ റേഡിയോ സെറ്റുകളും ഈ റീഡിങ്ങിൽ സുരക്ഷിതമായി പ്രവർത്തിക്കും. 2:1 ആകുമ്പോൾ ഇതും സ്വീകാര്യമാണ്, പക്ഷേ ചെറിയ തോതിൽ പവർ നഷ്ടം സംഭവിക്കുന്നുണ്ട്. 3:1 മുകളിലാണെങ്കിൽ അപകടകരമാണ്. ഉയർന്ന റിഫ്ലക്റ്റഡ് പവർ കാരണം ട്രാൻസ്മിറ്ററിലെ ഫൈനൽ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ, അതായത് പവർ ആംപ്ലിഫയർ, അമിതമായി ചൂടാകാനും നശിച്ചു പോകാനും സാധ്യതയുണ്ട്. ഉയർന്ന SWR വന്ന് എന്തൊക്കെ ഉണ്ടാവുക? പവർ നഷ്ടം, നമ്മൾ അയക്കുന്ന സിഗ്നലിൻ്റെ ശക്തി കുറയും, ദൂരെയുള്ള സ്റ്റേഷനുകൾക്ക് കേൾക്കാൻ പ്രയാസമാവുകയും ചെയ്യും. പിന്നെ ഉപകരണങ്ങൾക്ക് കേടുപാട് വരും, ട്രാൻസ്മിറ്ററിലേക്ക് പവർ തിരിച്ചു വരുന്ന റേഡിയോയുടെ സർക്യൂട്ടുകളെ ബാധിക്കും. ഇൻ്റർഫറൻസ് ഉണ്ടാവും, അതായത് ഫീഡ് ലൈനിൽ നിന്ന് റേഡിയേഷൻ ഉണ്ടാവുകയും TV മുതലായ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തനത്തിൽ തടസ്സം നേരിടും, അതാണ് RF ഇൻ്റർഫറൻസ്, RFI എന്നൊക്കെ പറയും. SWR എങ്ങനെ കുറയ്ക്കുക? നന്നായിട്ട് ആൻറ്റന ട്യൂൺ ചെയ്യുക, അതായത് ആൻറ്റനയുടെ നീളം ക്രമീകരിച്ച് ഉപയോഗിക്കുന്ന ഫ്രീക്വൻസിയിലേക്ക് അനുയോജ്യമാക്കുക. അതിന് ചില ഉപകരണങ്ങളൊക്കെ ഉണ്ട്. SWR മീറ്റർ കൂടാതെ നാനോ VNA അല്ലെങ്കിൽ വേറെ VNA ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ എത്ര നീളം കുറയ്ക്കണം കൂട്ടണം എന്നുള്ളതിൻ്റെ ഒരു സൂചന കിട്ടും. അത് സാധ്യമാവാത്ത സാഹചര്യത്തിൽ ആൻറ്റന ട്യൂണർ ഉപയോഗിക്കാം. ആൻറ്റനയ്ക്കും റേഡിയോയിനും ഇടയിലുള്ള ഇമ്പിഡൻസ് മാച്ച് ചെയ്യും. അത് രണ്ട് തരത്തിലുണ്ടാവും. ഇൻറ്റേർണൽ ആൻറ്റന ട്യൂണർ എന്ന് പറഞ്ഞാൽ റേഡിയോൻ്റെ അകത്തുള്ളതുണ്ട്. ഇപ്പോൾ മിക്ക റേഡിയോയിലും 3:1 SWR വരെയുള്ള ട്യൂൺ ചെയ്യാൻ പറ്റും. അതൊരു ചെറിയ റേഞ്ചേ ഉള്ളൂ. എക്സ്റ്റേണൽ ആൻറ്റന ട്യൂണർ 10:1 വരെയൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൻറ്റന ട്യൂണറുകളുണ്ട്. പിന്നെ റിമോട്ട് ആൻറ്റന ട്യൂണറും ഉണ്ട്, അതായത് ആൻറ്റനയുടെ ഫീഡ് പോയിൻറ്റിൽ വയ്ക്കുന്ന, അത് വെതർ പ്രൂഫിംഗ് ഒക്കെ വേണം ചെയ്തിട്ടുള്ള റിമോട്ട് ആൻറ്റന ട്യൂണറുണ്ട്. അതിന് വില കൂടും, പക്ഷേ ഗുണം കൂടും. കേബിളിലുള്ള ലോസ് ഒഴിവാക്കുമല്ലോ. പിന്നെ നല്ല ഗുണനിലവാരമുള്ള കേബിളും കണക്ടറൊക്കെ ഉപയോഗിക്കണം, അപ്പോൾ ലോസ് കുറയ്ക്കാൻ പറ്റും. കാരണം ഇതിലൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, മിസ്മാച്ച് ഉണ്ടെങ്കിൽ, കറക്റ്റ് ഇമ്പിഡൻസ് അല്ലെങ്കിലൊക്കെ SWR കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു റേഡിയോ ഓപ്പറേറ്ററെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സിസ്റ്റം എത്രത്തോളം കൃത്യമായി ട്യൂൺ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു തെർമോമീറ്റർ പോലെയാണ് SWR മീറ്റർ.